ഹലോ, വെൽക്കം ടു സിംപ്ലീസി. എല്ലാവരും സുഖമായിരിക്കല്ലേ? നമ്മളിന്നൊരു ഷാർജ ഷേക്കിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ളത് 8 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 150 ഗ്രാം കപ്പലണ്ടി, 3 രസകദളിപ്പഴം, 2 മഞ്ച്, 2 പാക്കറ്റ് ബൂസ്റ്റ്, പിന്നെ ഏതെങ്കിലും ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ബിസ്ക്കറ്റ്. ഞാൻ ഗുഡ് ഡേ ആണ് എടുത്തേക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഇത് ഒതൻറ്റിക് മെത്തേഡാണോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സറിലേക്ക് ഇട്ട് കുറേശ്ശെ പൾസ് ചെയ്തെടുക്കുക. പഞ്ചസാര പിന്നീട് ഇടുവാണെങ്കിൽ പാലിൻ്റെ തണുപ്പൊക്കെ തട്ടിക്കഴിയുമ്പം കുറച്ച് മെൽറ്റാവാൻ പാടായിരിക്കും. അതുകൊണ്ട് കപ്പലണ്ടിയുടെ കൂട്ടത്തിൽ മഞ്ച്, ബൂസ്റ്റ് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് പൾസ് ചെയ്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ആവശ്യമാണെങ്കിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം ഈ ടൈമിൽ. ഇടയ്ക്ക് എന്തെങ്കിലും നീളമുള്ള ഒരു സ്പാച്ചുല വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കട്ട കിട്ടാണ്ട് എല്ലാം ഒരേപോലെ അങ്ങ് മിക്സായി കിട്ടാൻ സഹായിക്കും. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും നമുക്ക് മുറിച്ച് വെച്ചേക്കുന്ന 3 പഴം കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയും നിർത്തി അതായത് പൾസ് ചെയ്ത് നമുക്ക് എടുക്കാം. അടുത്തത് നമ്മൾ ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. ഇത് ഐസ് പാലാണ്. ജസ്റ്റ് ഒന്ന് ഐസൊക്കെ പൊട്ടിച്ച് വെച്ചേക്കുന്നതാണ്. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കാം. ഐസ് കൂടുതലാണെങ്കിൽ ഇച്ചിരി പാടായിരിക്കും. അതേപോലെ എന്തെങ്കിലും സ്പാച്ചുലയോ ഒരു നീളമുള്ള സ്പൂണോ വെച്ച് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഷോപ്പിൽ നിന്ന് കുടിക്കുന്ന ടേസ്റ്റ് അല്ല, പക്ഷെ ഞാൻ ഉറപ്പ് പറയാം, അടിപൊളി ടേസ്റ്റാണ്. ഇത് നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുമ്പം നമ്മൾ ചെയ്യുമ്പം കുറച്ചധികം കപ്പലണ്ടി അങ്ങനത്തെ നട്ട്സൊക്കെ ചേർക്കുമല്ലോ. ഷോപ്പിൽ ലിമിറ്റഡ് ആയിരിക്കും അവർ തരുന്നത്. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഉറപ്പായും ഇതൊന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. തുടർന്നുള്ള വീഡിയോസ് കാണുന്നതിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.